Good afternoon, all. Okay, good afternoon. Then, first of all, എല്ലാവർക്കും happy new year. നല്ലൊരു വർഷം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. Then, ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോ ക്ലാസ്സിൽ ആരെങ്കിലും ഒരു റെസ്പോൺസ് ഇല്ലാലോ നിങ്ങള്? ഓക്കെ. Then, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൗസ് കീപ്പിംഗ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ പഠിച്ചത്. ഓർഗാനോഗ്രാം നോക്കി, 3 ടൈപ്പാണ് ഓർഗാനോഗ്രാമിൽ വരുന്നത്. Then ലാസ്റ്റ് വൺ നമ്മൾ നോക്കിയത് ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്. ആ പോയിന്റ്സുകൾ വരെയാണ് ലാസ്റ്റ് നമ്മൾ നിർത്തിയത്. ആണോ? നോക്കുന്നുണ്ടോ? വായിക്കുന്നുണ്ടോ നിങ്ങൾ ചാപ്റ്റേഴ്സ്? ഓർക്കുന്നുണ്ടോന്നല്ല, വായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം അല്ലെ? വായിച്ചോ? ഓക്കെ. ഇപ്പോ ഫെസിലിറ്റീസ് അല്ലെ, ഒരു ഹൗസ് കീപ്പിംഗ് സർവീസസിന് വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ, ഫെസിലിറ്റീസും അതുപോലെ തന്നെ സ്പേസ് റിക്വയർമെന്റ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ആ പോയിന്റ്സ് ഒന്ന് വായിക്കാം. then നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇത് വായിച്ചു നോക്കാം കേട്ടോ. പെട്ടെന്ന് വായിക്കാം. 2 മിനിറ്റ് സമയം മതിയല്ലോ. പെട്ടെന്ന് വായിക്കാം. പോയിന്റ്സ്, ഫെസിലിറ്റീസ്, സ്പേസ് റിക്വയർമെന്റ്. ഇതിൽ വായിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പൊ അവർക്കൊന്നും ഒരു കണ്ടിന്യൂഷൻ വേണ്ടേ? ഓക്കെ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? വായിച്ച എല്ലാവരും ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് റിക്വയർമെന്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ആണ്. ഹൗസ് കീപ്പിംഗ് സർവീസസിന്റെ ഫങ്ഷൻസ്, എന്തെല്ലാം ഡ്യൂട്ടീസ് ആണ് അവർ ചെയ്യുന്നത്. The department is accountable for various tasks. വേരിയസ് ആയിട്ടുള്ള പല ടാസ്കുകളും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നു. The following are some of the functions. ഇനി പറയുന്നതാണ് അവർ ചെയ്യുന്ന ഫങ്ഷൻസുകൾ. അതില് ഫസ്റ്റ് വൺ പറയുന്നത് ഡെയിലി ക്ലീനിങ്. നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിലും ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ടോ? ഡെയിലി നമ്മുടെ വീടും പരിസരവും അടിച്ചു വൃത്തിയാക്കി ചെയ്യാറുണ്ടോ? വീടും പരിസരം അല്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ വീടിന്റെ ഉൾഭാഗവും റൂമുകളും എല്ലാം നമ്മൾ ക്ലീനിങ് ചെയ്യാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇവിടെയും ഡെയിലി ക്ലീനിങ് ഉണ്ട്. ഡെയിലി ക്ലീനിങ്ങിൽ എന്തൊക്കെയാണ് വരുന്നത്? This consists of sweeping and mopping floors, dusting furniture, cleaning fixture walls, sealing windows and bathrooms, empty trash and defrosting refrigerators in nursing stations. Okay, എന്തൊക്കെയാണ് നമ്മളിവിടെ ഡെയിലി ക്ലീൻ ചെയ്യുന്നതാണ് നോക്കുന്നത്. ഹൗസ് കീപ്പിംഗ് കൺസിസ്റ്റ് ഓഫ് സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് അല്ലെ? നമ്മൾ അടിച്ചു വാരുകയും അതുപോലെ മോപ്പ് ചെയ്യാം. ഫ്ലോർസ് നമ്മൾ അടിച്ചു വാരുകയും അതുപോലെ തന്നെ തൂത്തുവാരുകയും then തുടയ്ക്കുകയും ചെയ്യുന്നു. അടിച്ച് ക്ലീൻ ചെയ്തിട്ട് തുടയ്ക്കുക. then dusting furniture, പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പൊടികളൊക്കെ മാറ്റിയിടുക, പൊടിപടലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ഫർണിച്ചർ ഒക്കെ ക്ലീൻ ചെയ്യുക. then cleaning fixture walls, മതിലുകളും മറ്റുമൊക്കെ ക്ലീൻ ചെയ്ത് വെള്ളം കുറിച്ച് കഴുകുകയോ അങ്ങനെയുള്ള ടോയ്ലറ്റ്സും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ക്ലീൻ ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ വാൾസുകൾ മറ്റും ക്ലീൻ ചെയ്യുക. സീലിംഗ്സ്,
മീൻസ് നമ്മുടെ മേൽക്കൂര സീലിംഗ്സ് മുകൾ ഭാഗമൊക്കെ നല്ല രീതിയിൽ ഈ മാറാലയും മറ്റും പൊടികളൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യുക. വിൻഡോസ് ആൻഡ് ബാത്റൂംസ് ഒക്കെ ക്ലീൻ ചെയ്യുക. empty trash and defrosting refrigerator in nursing station. empty trash എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ചവിട്ടുകുട്ടകൾ നടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഫുൾ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അത് നമ്മള് ചവിട്ട് വേസ്റ്റുകളൊക്കെ പുറത്തുകൊണ്ടേ കളഞ്ഞിട്ട് പുതിയ വേസ്റ്റ് പിന്നെ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡീഫ്രോസ്റ്റിംഗ് റെഫ്രിജറേറ്റർ ഇൻ നഴ്സിംഗ് സ്റ്റേഷൻ. ഇപ്പോ നമുക്കറിയാം ഹോസ്പിറ്റലുകളില് ഫാർമസിയിലും അതുപോലെ തന്നെ ലബോറട്ടറിയിലും നഴ്സിംഗ് സ്റ്റേഷൻസിലൊക്കെ റെഫ്രിജറേറ്റർ ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും, മെഡിസിൻസ് മറ്റും സൂക്ഷിക്കാം. സോ ഈ ഫ്രിഡ്ജ് ഒക്കെ ഡിഫ്രോസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ് ഒക്കെ മാറ്റി ക്ലീൻ ചെയ്യാന്ന് പറയില്ലേ നമ്മള്. ഐസ് ഒക്കെ നമ്മൾ ഒരുപാട് ഓവറായിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ലീക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഐസ് ഒക്കെ ഒന്ന് മാറ്റി ക്ലീൻ ചെയ്യുക. അപ്പൊ നമ്മളുടെ വീട്ടിലാണെങ്കിലും ഫ്രിഡ്ജ് ഒക്കെ ക്ലീൻ ചെയ്യാറുണ്ടോ? അങ്ങനെ ആരെങ്കിലും അങ്ങനെ നല്ല സ്വഭാവമൊക്കെ ഉണ്ടോ? അറ്റ്ലീസ്റ്റ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വീക്കിലി ഒരു വട്ടമെങ്കിലും ഐസൊക്കെ കളഞ്ഞ് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അല്ലെ. ഒരുപാട് ഇങ്ങനെ ഐസ് ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കും അല്ലെ. അപ്പൊ അത് നമുക്ക് ക്ലീൻ ഒക്കെ ചെയ്ത് കളയാം. ഇപ്പൊ ഇത്രയും ആണെങ്കിൽ ഡെയിലി ക്ലീനിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഡെയിലി ക്ലീനിങ് എന്തൊക്കെയാണോ നോക്കിയാണോ? അപ്പൊ സാധാരണമായിട്ട് ഡെയിലി ഹോസ്പിറ്റൽ ക്ലീനിങ് സ്റ്റാഫുകൾ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം, പീരിയോഡിക് ക്ലീനിങ്. ഡെയിലി അല്ല, അല്ലാതെ ഇപ്പോ നമ്മള് വീക്കിലി ആയിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യും അല്ലെ. ഇപ്പൊ ഡെയിലി നമ്മള് സ്ഥിരം വീട്ടില് മീൻസ് സാധാരണ നമ്മുടെ വീട് അടുത്ത് തൂത്ത് വൃത്തിയാക്കുകയും തുടക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ പീരിയോഡിക് ക്ലീനിങ്, അതായത് ചിലപ്പോ മിക്കവരും എനിക്ക് തോന്നുന്നു സൺഡേ ആയിരിക്കും ക്ലീനിങ് ഡേ ആയിട്ട് എടുക്കുന്നത്. ആണോ? നിങ്ങൾ എങ്ങനെയാണോ? മീൻസ് ഡെയിലി നമ്മൾ വീട് അടുക്കുകയും തൂത്തുവാരുകയൊക്കെ ചെയ്യും, എങ്കിലും ഒരു ഡീപ്പായിട്ടുള്ള ക്ലീനിങ് നടത്തുന്നത് ആഴ്ചയിൽ ഒരു ദിവസം, മിക്കവാറും അത് സൺഡേ ആയിരിക്കും അല്ലെ. ഇപ്പൊ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് വർക്കിംഗ് ബേസിലൊന്നും അത്ര ഡീപ്പ് ക്ലീനിങ്ങിനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. സോ പീരിയോഡിക് ക്ലീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയുള്ള ക്ലീനിങ് നമ്മളും സർവ്വസാധാരണമായിട്ട് നമ്മളുടെ വീടുകളിൽ ചെയ്യാറുണ്ട് അല്ലെ. ഡീപ്പായിട്ട് നമ്മളൊരു സൺഡേ കിട്ടുമ്പോൾ ബെഡ്ഷീറ്റ് പില്ലോ കവറും അല്ലെങ്കിൽ സെറ്റി കവറും കർട്ടനുകളും എല്ലാം മാറ്റി അടിച്ച് നമ്മളൊരു ഡീപ്പായിട്ടുള്ള ഒരു ക്ലീനിങ് അങ്ങനെ നടത്തും ഇല്ലേ. ചെയ്യാറുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്ത കാര്യങ്ങളല്ലേ? ആണോ? അല്ലെങ്കിൽ ചെയ്യാനായിട്ടാണോ പറയാത്തത്? ഓക്കെ, അപ്പൊ പീരിയോഡിക് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഡെയിലി ചെയ്യുന്നതല്ല, ആഴ്ചയിൽ ഒരു ദിവസത്തിലൊക്കെ മാത്രം ചെയ്യുന്നതാണ് പീരിയോഡിക് ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പൊ പീരിയോഡിക് ക്ലീനിങ് നോക്കാം. ദിസ് ഇൻക്ലൂഡ് വാഷിംഗ് വിൻഡോസ്, വാക്സിംഗ് ഫ്ലോർസ്, ക്ലീനിങ് കാർപ്പറ്റ്സ്, ഡസ്റ്റിംഗ് ഹൈ സീലിംഗ് ആൻഡ് ചേഞ്ചിങ് ഡ്രാപ്പറീസ്. എന്താണ് പറയുന്നത്? അപ്പൊ ഇവിടെ പറയുന്നത് ഇൻക്ലൂഡ് വാഷിംഗ് വിൻഡോസ് അല്ലെ. വിൻഡോസ് നമ്മുടെ ജനലുകളും മറ്റും എല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്യുക. വാക്സിംഗ് ഫ്ലോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ് ക്ലീൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലോർ ഒക്കെ നല്ല രീതിയിൽ നമ്മൾ ഓൾറെഡി ഡെയിലി തുടയ്ക്കാറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡീപ്പായിട്ട് നല്ല രീതിയിൽ ഒരു 2 പ്രാവശ്യമൊക്കെ അടിച്ച് തുടച്ച് നല്ല രീതിയിൽ നമ്മുടെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ക്ലീനിങ് അല്ലെ. ബാക്കി നമ്മൾ ക്ലീൻ ചെയ്യുക. കാർപ്പറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യുക. ഇപ്പൊ അകത്തൊക്കെ ധാരാളം കാർപ്പറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് കഴുകി ഉണക്കി നമ്മൾ വൃത്തിയാക്കുക. ഡസ്റ്റിംഗ് ഹൈ സീലിംഗിലുള്ള പൊടികളൊക്കെ, ഏറ്റവും മുകളിലുള്ള പൊടിപടലങ്ങളും മറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലീൻ ചെയ്യുന്നു. ദെൻ ചേഞ്ചിങ് ഡ്രാപ്പറീസ് എന്ന് വെച്ചാൽ തുണികളൊക്കെ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ സെറ്റി കവറുകൾ അങ്ങനെയുള്ള ഐറ്റംസുകൾ. ഇപ്പൊ ഹോസ്പിറ്റലിൽ സംബന്ധിച്ചിട്ട് വലിയ വലിയ കർട്ടനുകള്, അതുപോലെ തന്നെ ടേബിൾ ഷീറ്റുകള്, ഡോക്ടേഴ്സിന്റെ റൂമിൽ ഇരിക്കുന്ന അവരുടെ ചെയറിൽ ഇരിക്കുന്ന ഇതുപോലെ സോഫ സെറ്റി കവറുകളൊക്കെ, അതുപോലത്തെ ഷീറ്റുകളും മറ്റുമൊക്കെ ക്ലീൻ ചെയ്യുക. ഇതൊക്കെയാണ് അവര് പീരിയോഡിക് ക്ലീനിങ്ങിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഡെയിലി എന്ന് പറയുമ്പോൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്. പീരിയോഡിക് ക്ലീനിങ് എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസത്തിലൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡെയിലി അത് ചെയ്യില്ല. ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ആയതുകൊണ്ട് ഡെയിലി ചെയ്യില്ല. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. എന്ത് ട്രാഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രാഷ് മീൻസ് നമ്മൾ വേസ്റ്റ് ബിന്നിലെ ചവിട്ടി വിട്ടാം. ദെൻ ഗാർബേജ് റിമൂവൽ, മാലിന്യങ്ങളൊക്കെ കളയുക. വേസ്റ്റ് ബിന്നിലെ മാലിന്യങ്ങളൊക്കെ വരുമ്പോൾ അത് എടുത്ത് കളയുന്ന ആ ഒരു കാര്യം. ദിസ് ഇൻക്ലൂഡ് കളക്ടിങ് ട്രാഷ് ആൻഡ് ഗാർബേജ് ഫ്രം വേരിയസ് പോയിന്റ് വിത്തിൻ ദ ഹോസ്പിറ്റൽ.
ഹോസ്പിറ്റലിന്റെ വേരിയസ് പോയിന്റുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എന്ത് ചെയ്യും വേസ്റ്റ് ബിന്നുകളൊക്കെ കളക്ട് ചെയ്യും. മീൻസ് അതൊക്കെ നടത്തി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ മീൻസ് കളക്ട് ചെയ്യും. അതുപോലെ തന്നെ മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റഴുക്കുകളും തുണികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കളക്ട് ചെയ്യുന്നു. ദെൻ മൂവിങ് ദം ടു ഇൻസിനറേറ്റർ. ഇൻസിനറേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? ഇൻസിനറേറ്റർ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഇൻസിനറേറ്റർ പഠിച്ചതായിട്ട് ആ ഒരു ടേം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ ചെക്ക് ചെയ്യണേണ് കേട്ടോ. ആർക്കും ഓർമ്മയില്ല ഇൻസിനറേറ്റർ ഈ ഒരു ടേം നമ്മൾ എവിടെയാണ് പഠിച്ചിരിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടത്. കത്തിക്കുകയാണ്. ഓക്കെ, മീനിങ് ഇൻസിനറേറ്റർ ദഹിപ്പിക്കുക, ചാമ്പലാക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ദെൻ ഇത് എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. അത്തിക എന്നാണോ കറക്റ്റ് ആയിട്ട് അറിയേണ്ട പേര്? ഓക്കെ, കുറച്ച് പേർക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, എങ്കിലും ഫസ്റ്റ് പറഞ്ഞത് അധികമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റിൽ ആ ടേബിളിൽ കൃത്യമായിട്ടും ഇൻസിനറേറ്റർ അല്ലെ, ചില മാലിന്യങ്ങൾ നമ്മൾ ഇൻസിനറേറ്റർ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇൻസിനറേറ്റർ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്ത് ചെയ്യുന്നു? വേസ്റ്റുകളൊക്കെ ശേഖരിക്കുന്നു. അതുപോലെ മാലിന്യങ്ങളൊക്കെ എടുത്തിട്ട് അവരെന്ത് ചെയ്യും? ടു ഇൻസിനറേറ്റർ ഡംസ്റ്റർ, കത്തിക്കുന്ന ആ ഒരു ഡംസ്റ്ററിലോട്ട് കൊണ്ടുവിടുന്നു. വെരി ലാർജ് കണ്ടെയ്നർ ഫോർ റബ്ബിഷ്, അതായത് വലിയ ഒരു കണ്ടെയ്നർ പോലത്തെ സംഭവമാണ്. അതിനകത്തോട്ട് കൊണ്ടിട്ടിട്ടാണ് അവർ ഇൻസിനറേറ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ വേസ്റ്റ് ബിന്നിലുള്ള മാലിന്യങ്ങളും ഹോസ്പിറ്റലിലെ മറ്റു മാലിന്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഇൻസിനറേറ്ററിന് വേണ്ടി കൊണ്ടുപോകുന്നു. ഇപ്പൊ എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ട് അല്ലെ? BMW പഠിച്ചതാണോ? ഓക്കെ, ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, ദെൻ അപ്പോ മൂന്നാമത്തേതാണ് നമ്മൾ പറഞ്ഞത് ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. ഓക്കെ, മൂന്നെണ്ണം നമ്മൾ പറഞ്ഞത് ഡെയിലി ക്ലീനിങ്, പീരിയോഡിക് ക്ലീനിങ്, ദെൻ ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. ഓക്കെ, ഈ മൂന്നും ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, മനസ്സിലാക്കി വായിക്കണേ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഡെയിലി ക്ലീനിങ് എന്താണ്? പീരിയോഡിക് ക്ലീനിങ്, ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ. അയച്ചതാണോ? ഓക്കെ. ചിലപ്പോ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോ കുറച്ച് ഡിലേ വന്നിട്ടുണ്ടല്ലേ? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ചെക്ക് ചെയ്തതാണ്. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇടയ്ക്ക് ചോദിക്കണ്ടേ. ഡസ്റ്റിംഗ് ഫർണിച്ചർ അവിടെ കോഡ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഒന്നിച്ചുള്ളതായിരിക്കാം കേട്ടോ. മീൻസ് ഫർണിച്ചറിലൊക്കെ പൊടിപടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ഒക്കെ ചെയ്യും. അങ്ങനെ വായിച്ചാൽ മതി കേട്ടോ, ഡസ്റ്റിംഗ് ഫർണിച്ചർ. അയച്ചു മൂന്നെണ്ണം. ക്ലിയർ ആണോ? മൂന്നെണ്ണം ഓക്കെ ആണല്ലോ? ഡ്രാപ്പറീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണികള്, ഇപ്പൊ നമ്മളെ ബെഡ്ഷീറ്റുകള്, കർട്ടലുകളൊക്കെ മാറ്റൂലേ, ചേഞ്ച് ചെയ്യില്ലേ? തുണിത്തരങ്ങൾ ഒന്ന് എഴുതി വെച്ചോളൂ. ലിനൻസ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണോന്നോ? ഇമ്പോർട്ടന്റ് പറയാം കേട്ടോ. ഇമ്പോർട്ടന്റ്, നമുക്ക് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഒന്നും ഇതിൽ നിന്ന് കളയാനില്ല. കാരണം എക്സാമിന് വേറെ നമുക്ക് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസോ ജനറൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ലല്ലോ. നമ്മൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്നും തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഏരിയയും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ചില പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നതൊക്കെ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, then fourth one, discharge cleaning. This includes cleaning the patient room after discharge, transfer of a
patient and making it ready for another patient. അല്ലെ? അതായത് നമ്മള് ഇപ്പൊ പേഷ്യന്റ് അവിടെ അഡ്മിറ്റഡ് ആയി, then ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ആ റൂം ക്ലീൻ ചെയ്യുന്നത്, ഇപ്പൊ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ മാറ്റാ, ടോയ്ലറ്റ്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ഒക്കെ ചെയ്യുക, അതാണ് ഡിസ്ചാർജ് ക്ലീനിങ്. ഒരു പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ നെക്സ്റ്റ് പേഷ്യന്റിന് നമ്മള് വരാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് പേഷ്യന്റിന് വേണ്ടിയിട്ട് ആ റൂം ഒരുക്കി കൊടുക്കുക, മീൻസ് പുതിയ ബെഡ്ഷീറ്റ് വിരിക്കുക, പില്ലോ കവറൊക്കെ വിരിച്ചിട്ട് റൂം സെറ്റ് ചെയ്ത് കൊടുക്കുക, നമ്മൾ ഡിസ്ചാർജ് ക്ലീനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ, exterminating bugs and pests. Exterminating എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, മലയാളത്തിൽ എന്താ പറയാ, കേട്ടോ? Exterminating പ്രോപ്പർ മലയാളം ഉന്മൂലനം ചെയ്യുക എന്നാണ്. ഉന്മൂലനം മീൻസ് നശിപ്പിക്കുക എന്നൊക്കെ ഒരു മീനിങ് ആണത്. പ്രോപ്പർ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉന്മൂലനം ചെയ്യുക എന്നാണ്. അപ്പോ ബഗ്സ് ആൻഡ് പെസ്റ്റിസ്, എന്താ ബഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ കീടങ്ങളും പ്രാണികളെയൊക്കെ നശിപ്പിക്കുക എന്ന്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊതുക്. ഹോസ്പിറ്റലിൽ നല്ല കൊതുക് ശല്യങ്ങളൊക്കെ ഉണ്ടാകും ഇല്ലേ? എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവണമെന്നില്ല കേട്ടോ, എങ്കിലും കൊതുകുകൾ ഉണ്ടാകും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഈ പ്രാണികളും പെസ്റ്റിസൈഡിനെയൊക്കെ ഉന്മൂലനം ചെയ്യുക, അതിനുള്ള കീടങ്ങളെയൊക്കെ നശിപ്പിക്കുക, അധികം കെമിക്കൽ അല്ലാത്ത രീതിയിലുള്ള മരുന്നുകളൊക്കെ തളിച്ച് അവരെയൊക്കെ നശിപ്പിക്കുക. Then sixth one, preventing spread of infection. Infections സ്പ്രെഡ് ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുക, തടയുക. And ensuring conditions for good patient care. അതുപോലെ തന്നെ നല്ലൊരു ഗുഡ് പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുക. Then ഇൻഫെക്ഷൻ എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യുക. ഓക്കെ. Then seventh one, watering indoor plants. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നനയ്ക്കുകയാണ്, അതിനെയൊക്കെ പരിചരിക്കുക. ഹോസ്പിറ്റലിലൊക്കെ നമ്മൾക്ക് അറിയാം, ചില ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡൻ ഒക്കെ കാണാം ഇല്ലേ? ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലായിട്ടൊക്കെ നല്ല ഗാർഡൻ, നല്ല ഭംഗിയുള്ള ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോ അതൊക്കെ അതിന്റെ മേൽനോട്ടം അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഡ്യൂട്ടി ഈ ഹൗസ് കീപ്പിംഗ് സർവീസുകാരാണ് ചെയ്യുന്നത്. പുല്ലുകളൊക്കെ വെട്ടി മാറ്റാനും അല്ലെങ്കിൽ അവിടെ ചവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടിച്ച് നീറ്റാക്കാനും, അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഡോർ പ്ലാന്റ്സിനെയൊക്കെ ശുശ്രൂഷിക്കാനും അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാനൊക്കെ ചെയ്യുന്ന ഡ്യൂട്ടി ആർക്കാണ്? ഹൗസ് കീപ്പിംഗ് സർവീസസിന് തന്നെയാണ്. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് പഠിക്കുമ്പോ ഇവിടെ കുറച്ച് നമുക്ക് ഡാർക്കറ്റ് ചെയ്തിരിക്കുന്ന സെന്റൻസ് ഇല്ലേ, അതാണ് അതിന്റെ മെയിൻ പോയിന്റ്. അപ്പൊ ആ മെയിൻ പോയിന്റ് നിങ്ങൾ പഠിക്കാം. ഓക്കെ. ഇപ്പൊ കേട്ടോ, വായിക്കാം. ഡെയിലി ക്ലീനിങ് അണ്ടർലൈൻ ചെയ്യാം. അങ്ങനെ വായിക്കുമ്പോ ആ പോയിന്റ് മാത്രം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് പഠിക്കാം. then ഡെയിലി ക്ലീനിങ്ങിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ അത് നമുക്ക് ഓൾറെഡി അറിയാലോ, അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. then സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് ക്ലീനിങ്. പീരിയോഡിക് ക്ലീനിങ്ങിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റുകൾ പഠിക്കാം. ഓക്കെ. then trash and garbage removal. then discharge cleaning, exterminating bugs and pests, then preventing spread of infection and ensuring condition for good patient care, watering indoor plants. ഈ പോയിന്റുകൾ മാത്രം ഒന്ന് 7 പോയിന്റ് ഉണ്ട്, അത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ. ഇത് പഠിക്കാലോ? ബുദ്ധിമുട്ടുണ്ടോ 7 പോയിന്റ് പഠിക്കാൻ? ബുദ്ധിമുട്ടുണ്ടോ? ഉള്ളിലുള്ളത് ഇവിടെ നിൽക്കട്ടെ, ഉള്ളിലുള്ളത് നമുക്ക് അറിയാലോ, മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ എന്തൊക്കെയാണ് അതിനുള്ളിൽ വരുന്നത്. ആ പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കണം, അത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. അത് നമുക്ക് ഉണ്ടാക്കി എഴുതാനൊന്നും പറ്റില്ല, ഓൾറെഡി തന്നിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ അത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ. വായിച്ചു നോക്കിക്കോളൂ. അപ്പൊ വായിക്കുമ്പോൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക നിങ്ങൾ മാക്സിമം. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ വരുമ്പോൾ ഞാൻ വായിക്കാൻ പറയുന്ന ടൈമില് ആ വായിക്കുന്നതിനോടൊപ്പം പഠിക്കാം. ഓക്കെ. വായിച്ചോളൂ. മനസ്സിലെത്തി വായിക്കുക, നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുക. വെറുതെ ഒരു കടത്ത് വെച്ചിട്ടുള്ള ഒരു വായന ആകരുത്. ഓക്കെ. ഫിഫ്ത് വൺ പറയുന്നത് കീടങ്ങളെയും പ്രാണികളെയൊക്കെ നശിപ്പിക്കുക, ഉന്മൂലനം ചെയ്യുക. കാര്യമോ കൊതുക്, ചില ഹോസ്പിറ്റലുകളിലൊക്കെ കൊതുകിന്റെ ശല്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നിർമ്മാർജ്ജനം ചെയ്യുക, അതിനെയൊക്കെ നശിപ്പിക്കുക. മീൻസ് ചിലപ്പോ കൊതുക് വലകളൊക്കെ കൊടുക്കുക, അതുപോലെ തന്നെ എന്താണ് കൊതുകിനെ മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും റെമഡീസ് ഒക്കെ ചെയ്യാറ്.
Okay. ഹെഡ്ലൈൻസുകൾ മാത്രം ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. ഉള്ളിലുള്ള കാര്യങ്ങൾ വായിക്കണം, അറിഞ്ഞിരിക്കണം കേട്ടോ. വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? പഠിച്ചോ? പഠിച്ചതെന്ന് ചോദിക്കട്ടെ. കുറച്ചെങ്കിലും 7 പോയിന്റ് അല്ലെങ്കിലും ഒരു 5 പോയിന്റ് എങ്കിലും പറയാൻ പറ്റുമോ എല്ലാവർക്കും? ഓക്കെയാണോ? ഞാൻ ചോദിക്കണമെന്നില്ല, ജസ്റ്റ് ചോദിക്കണമെന്നുള്ള കേട്ടോ. 5 പോയിന്റ് എങ്കിലും പഠിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണോ അത് പഠിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ്. എത്ര ടൈപ്പ് ഹൗസ് കീപ്പിംഗ് സർവീസസ് ഉണ്ടെന്ന്. അപ്പോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് 2 തരത്തിലുള്ള ഹൗസ് കീപ്പിംഗ് സർവീസുകളാണ്. ഇൻ ഹൗസ് സർവീസസ് ആൻഡ് ഔട്ട്സോഴ്സിംഗ് സർവീസസ്. ഇൻ ഹൗസും ഔട്ട്സോഴ്സും ആ പറയുന്ന ടേമിൽ തന്നെ ഉണ്ട് അതിന്റെ അർത്ഥം അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉള്ളിൽ തന്നെയുള്ള സർവീസ് ആണ്, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള സേവനങ്ങള്, അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫുകൾ ചെയ്യുന്ന സേവനങ്ങള്. ദെൻ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കോൺട്രാക്ട് ബേസ്ഡ് കൊടുക്കണം, ഒരു കരാറുകാർക്ക് കൊടുക്കണം. ലോണ്ടറിയിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ലോണ്ടറി സർവീസ് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്സോഴ്സ്, മറ്റൊരു ഔട്ട്സോഴ്സിനും നമ്മൾ ഹോസ്പിറ്റലിലെ ലോണ്ടറി സേവനങ്ങളെ ഏൽപ്പിക്കുന്നു. അത് ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സില്, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ലോണ്ടറി സർവീസിൽ അല്ലെ, ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ ഔട്ട്സോഴ്സിന് കൊടുക്കും. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ഇൻഹൗസ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് സ്റ്റാഫ്, അവിടെയുള്ള സ്റ്റാഫുകൾ തന്നെ അല്ലെ, എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് തന്നെയാണ് ഹൗസ് കീപ്പിംഗ് സർവീസ് ചെയ്യുന്നത്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ അത് കോൺട്രാക്ട് ബേസിസിൽ നമ്മൾ വർക്ക് കൊടുക്കുന്നു. ക്ലിയർ ആണോ? അപ്പോ ഫസ്റ്റ് വൺ നിങ്ങളൊരു കാര്യം ഞാൻ പറയുന്നത് പോലെ എഴുതാം കേട്ടോ. ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് 3 ബോക്സുകൾ തന്നിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ബോക്സ് ആണ് ഞാൻ പറയുന്നത്. അതില് ഒന്നെന്ന് എഴുതിക്കൊണ്ട് ഇൻ ഹൗസ് സർവീസ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. അതിന്റെ താഴെ ഒന്ന് എഴുതി വെക്കുക എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് എഴുതാം. എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്, അവിടെയുള്ള എംപ്ലോയീസ്. ഓക്കെ, നിലവിലുള്ള ജോലിക്കാർ തന്നെ. എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് എന്ന് താഴെ എഴുതാം. ഇൻ ഹൗസ് സർവീസിന് താഴെ എഴുതിക്കോളൂ. ദെൻ ഔട്ട്സോഴ്സിംഗ് സർവീസസ് എന്ന് എഴുതിക്കുന്ന ബോക്സിന്റെ താഴെ എഴുതാം കോൺട്രാക്ട് ബേസ്ഡ്. അപ്പൊ എന്താണ് ഇൻഹൗസ് അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയോ? ഇൻഹൗസ് ആൻഡ് ഔട്ട്സോഴ്സ്
എഴുതി വെച്ചോ? ഞാൻ പറഞ്ഞ കാര്യം എഴുതിയോ? ഇൻ ഹൗസിന്റെ താഴെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് എഴുതാം. ദെൻ ഔട്ട്സോഴ്സിംഗിന്റെ താഴെ എഴുതാ? കോൺട്രാക്ട് ബേസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ ഹൗസ്. അപ്പൊ നമ്മൾ എന്താണ് ഇൻ ഹൗസ് സർവീസ് എന്ന് കണ്ടു, അതുപോലെ ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് എലമെന്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് സവിശേഷതകൾ. അത് ഇൻ ഹൗസിൽ എങ്ങനെയാണ്, ഔട്ട്സോഴ്സിൽ എങ്ങനെയാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഇൻ ഹൗസിൽ എങ്ങനെയാണ്, ഔട്ട്സോഴ്സിൽ എങ്ങനെയാണ്. നമുക്കത് താരതമ്യപ്പെടുത്തി പറയാം. ഒറ്റതിൽ നമുക്ക് വായിച്ചു പോകുക, എങ്കിലും അതൊക്കെ ക്ലിയർ ഐഡിയ കിട്ടുള്ളൂ. അപ്പൊ എലമെന്റ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ, അതായത് ജോലിക്കാരുടെ നമ്പർ. എങ്ങനെയാണ്? ഇൻഹൗസ് സർവീസ്. ഇൻഹൗസ് സർവീസസിലാകുമ്പോൾ ഫിക്സഡ് ആസ് പെർ അതോറിസേഷൻ അല്ലെ? അതായത് എന്താണ് പറയുന്നത്? ഓതറൈസേഷൻ ആണ്. അതായത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഓതറൈസേഷൻ ആണ്. മീൻസ് അവിടെ ഒരു പെർമനന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. ഇത്ര സ്റ്റാഫുകൾ ഹോസ്പിറ്റലിൽ ഓൾറെഡി ഹൗസ് കീപ്പിംഗിലുണ്ട്. അപ്പൊ അത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു കണക്കാണ് അത്. ഔട്ട്സോഴ്സിംഗ് സർവീസസിൽ വരുമ്പോൾ ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ് അനുസരിച്ചിട്ട് അവരുടെ കോൺട്രാക്ടർ കൊണ്ടുവരുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നത് അല്ലെ? ചിലപ്പോൾ വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ അവരൊരു 2 പേരെയും കൂടി, ചിലപ്പോൾ 10 പേരായിരിക്കും ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത്. 10 പേര് ചെയ്യുന്ന ഡ്യൂട്ടി ആയിരിക്കാം. പക്ഷേ വർക്ക് ലോഡ് കൂടുമ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ ഒരു 5 പേരെ കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഹോസ്പിറ്റലിൽ സർവീസ് ആകുമ്പോൾ ഹോസ്പിറ്റലിൽ ഇത്ര സ്റ്റാഫാണ്, ഫിക്സഡ് സ്റ്റാഫുകളാണ് അല്ലെ? അപ്പോ ആ ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ കോൺട്രാക്റ്റിലാകുമ്പോൾ ചിലപ്പോൾ വർക്ക് ലോഡ് അനുസരിച്ചിട്ട് എണ്ണത്തില് വ്യത്യാസം വന്നേക്കാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ എലമെന്റ്സ് എന്ന് പറയുന്നത് കൺട്രോൾ, നിയന്ത്രണം. എങ്ങനെയാണെങ്കിൽ സ്റ്റാഫുകൾക്ക് നിയന്ത്രണങ്ങളൊക്കെ വേണ്ട പ്രവർത്തനത്തിലാണ്. ഇൻഹൗസിലാണെങ്കിൽ ഡയറക്റ്റ് കൺട്രോൾ അല്ലെ? ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ആണ്. അതായത് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഡയറക്റ്റ് കൺട്രോൾ അവർക്ക് മേലുണ്ട്. ഔട്ട്സോഴ്സിലാണെങ്കിലോ ത്രൂ കോൺട്രാക്ടർ. ഓക്കെ, കോൺട്രാക്ടർ ബേസിസിലാണ്, ഒരു കോൺട്രാക്ടറിന്റെ കീഴിലാണ് അത്രയും സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നത്. സോ കൺട്രോൾ ചെയ്യുന്നത് കോൺട്രാക്ടറാണ്. അദ്ദേഹം പറയുന്നത് അനുസരിച്ചിട്ട് വേണം അവരോട് വർക്ക് ചെയ്യുക. ഹോസ്പിറ്റലിലാകുമ്പോഴോ ഡയറക്റ്റ് കൺട്രോൾ ആണ്. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നും ഹോസ്പിറ്റലിന്റെ സൂപ്പർവൈസറും അതുപോലെ എക്സിക്യൂട്ടീവ് മാനേജറൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഓർഗാനോഗ്രാമില്ല, അവരുടെയൊക്കെ ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ആയിരിക്കും. പക്ഷെ ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് ബേസ് ആണ്. സോ ആ കോൺട്രാക്ടർ ആണ് കൺട്രോൾ ചെയ്യുന്നത് സ്റ്റാഫുകളെ. ഓക്കെ, ക്ലിയർ ആണോ? കൺട്രോള് സിമ്പിൾ ആണ്. ഇവിടെ വരുന്നത് എന്താണോ മറ്റേയോട് ഓപ്പോസിറ്റ് ആയിരിക്കും, കോൺട്രാക്ടർ ആയിരിക്കും. ഓക്കെ, ദെൻ ഡിസിപ്ലിൻ, ഒരു അച്ചടക്കവും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ലോങ് ഡ്രോൺ, ഇനി ഇൻഹൗസിലാണെങ്കിൽ ഡിസിപ്ലിൻ പറയുന്നത് ലോങ് ഡ്രോൺ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്. ലോങ് ഡ്രോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു നീണ്ട ഭരണ പ്രക്രിയയാണത്. ഭയങ്കര റൂൾസ് ആൻഡ് റെഗുലേഷൻസും, അതായത് ഹോസ്പിറ്റലുകളിലെ സ്റ്റാഫുകൾക്ക്, ഹൗസ് കീപ്പിംഗിന്റെ സ്റ്റാഫുകൾക്കായാലും അവർക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻസും അതുപോലെ തന്നെ എന്താ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊടുക്കും. അപ്പൊ അതനുസരിച്ചിട്ട് വേണം അവര് പെരുമാറാൻ. ഇനി ഔട്ട്സോഴ്സിലാകുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺട്രാക്ടർ, എല്ലാം കോൺട്രാക്ടറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഈ കൊണ്ടുവന്ന ആൾക്കാരെ അല്ലെങ്കിൽ ആ സ്റ്റാഫുകളെയൊക്കെ അവര് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, അവര് ഡിസിപ്ലിൻ ഒക്കെ പാലിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം ആരുടെ? കോൺട്രാക്ടറുടെ ആണ്. ഓക്കെ, അപ്പൊ എലമെന്റ്സിൽ 3 എലമെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്: നമ്പർ, കൺട്രോൾ, ഡിസിപ്ലിൻ. ഓക്കെ, ക്ലിയർ ആണോ? 3 എലമെന്റ്സ് ക്ലിയർ ആണോ? ഇൻസോഴ്സിലെയും ഔട്ട്സോഴ്സിലെയും. ഇനി നെക്സ്റ്റ് എലമെന്റ് നോക്കാം. ഇത് നമുക്ക് ടോട്ടൽ ഒന്ന് വായിക്കാം. കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റാഫ്, സ്റ്റാഫിന്റെ തുടർച്ച, ഒരു കണ്ടിന്യൂറ്റി എങ്ങനെയാണത്? ഇൻഹൗസിലാണെങ്കിൽ നോക്കാം, അഷുറൻസ് assures hence standard of service can be more stable അല്ലെ? അതായത് ഒരു അഷുറൻസ് സ്പെഷ്യൽ ഉറപ്പ് നൽകുന്നത്. മീൻസ് ഇത്ര പെർമനന്റ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്, അവരെ പെർമനന്റ് ആയിട്ട് എടുത്തേക്കാണ്. അതിനിടയ്ക്ക് സ്റ്റാഫുകൾ അത് പിരിഞ്ഞു പോകുന്നതൊന്നും ഇല്ലാന്ന്. മീൻസ് അവര് സ്റ്റാൻഡേർഡ് ആയിട്ട് അവര് സർവീസ് സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റാഫാണ് അവിടെ ഉള്ളത്, പെർമനന്റ് ആയിട്ട് എടുത്തേക്കാണ്.
പക്ഷെ ഔട്ട്സോഴ്സിലാകുമ്പോൾ സ്റ്റാഫ് ക്യാൻ കീപ് ഓൺ ചേഞ്ചിങ്, ഹെൻസ് സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ക്യാൻ വേരി, അല്ലെ? അതായത് ജീവനക്കാർ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കാം, അതിനാല് നിലവാരം കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാവുന്നത്. അതായത് ഇപ്പൊ ചിലപ്പോ ഒരു 10 മാസം കോൺട്രാക്ട് ബേസിലായിരിക്കും അവർ കൊണ്ടുവരുന്നത്, ചിലപ്പോ 10 മാസം കഴിഞ്ഞിട്ട് വേറെ അടുത്ത ആളുകളായിരിക്കും വരുന്നത്. അതായത് ആ ഒരു കോൺട്രാക്ട് ബേസിസിലാണെന്ന്, പെർമനന്റ് അല്ല അവര്. ഇപ്പൊ നമ്മൾ ചില ജോലിക്കൊക്കെ പോകുമ്പോൾ ചിലവർക്ക് ജോലി കിട്ടിയെന്ന് പറയും, കോൺട്രാക്ട് ബേസിലാണെന്ന് പറയും. കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയണ കേട്ടിട്ടുണ്ടോ? കോൺട്രാക്ട് ഒരു കരാർ ബേസിസിലാണ് അവർ പോണേന്ന് പറയും. അതായത് പെർമനന്റ് അല്ല. അത് ആണോ? പെർമനന്റ് ആണോ കോൺട്രാക്ട് ബേസിൽ ഉദ്ദേശിക്കുന്നത്? ചിലപ്പോ വർഷങ്ങളായിട്ട് പോകുന്നവരുണ്ടാകാം, പക്ഷെ അത് കോൺട്രാക്ട് ബേസ്ഡ് ആണ്, പെർമനന്റ് അല്ല. ഇത്ര ഒരു കരാർ വെച്ചിട്ടുണ്ടാവും, 10 മാസമാണോ 11 മാസമാണോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടാണ് ഇന്ന വർക്ക് നമ്മൾ പൂർത്തീകരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു ടൈമിൽ മാത്രം നമുക്ക് അവിടെ അലൗഡ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ജോബ് നോക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പക്ഷെ ഇൻ ഹൗസിലാവുമ്പോ ആ സ്റ്റാഫ് അവിടെ പെർമനന്റ് ആണ്. ഓക്കെ, ഇനി ഫിഫ്ത് എലമെന്റ് എന്ന് പറയുന്നത് ലീവ് അവൈലബിലിറ്റി ഓഫ് സ്റ്റാഫ്, അല്ലെ? എങ്ങനെയാണ് ലീവ് കൊടുക്കുന്നത് സ്റ്റാഫുകൾക്ക്? അപ്പൊ ഈ ഹൗസിലാണെങ്കിൽ നോ ലീവ് റിലീഫ്, ഒരു ലീവിനൊന്നും ഒരു റിലീഫ് ഇല്ലാന്ന്. അതായത് എപ്പോഴും വേണമെങ്കിലും ലീവ് എടുക്കാവുന്നതല്ല, പകരം കൃത്യമായിട്ടും ചിലപ്പോൾ മാസത്തിൽ ഒരു ലീവ് അല്ലെങ്കിൽ പബ്ലിക് ഹോളിഡേസ് അങ്ങനെ എന്തെങ്കിലും ലീവുകൾ ഫിക്സ് ചെയ്തവർ വെച്ചിട്ടുണ്ട് ഇൻ ഹൗസിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ. പക്ഷെ കോൺട്രാക്ട് ബേസിലാണെങ്കിൽ കോൺട്രാക്ടർ പ്രൊവൈഡ് ലീവ് റിലീഫ് ഇഫ് സോ സ്പെസിഫൈഡ് ഇൻ TOR, മീൻസ് ടേംസ് ഓഫ് റെഫറൻസ്, അല്ലെ? അതായത് കരാറുകാരൻ ഇളവൊക്കെ നൽകുന്നു, റിലീഫ് കൊടുക്കുന്നുണ്ടെന്ന്. എപ്പോ വേണമെങ്കിലും കോൺട്രാക്ട് ബേസ് ആണല്ലോ, അപ്പൊ ചിലപ്പോൾ ഡെയിലി വേജസിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും. അപ്പൊ ആള് വന്നില്ലാന്നുണ്ടെങ്കിൽ 15 ദിവസത്തെ ഡെയിലി വേജ് കൊടുക്കില്ല. ഓക്കെ, മറ്റേത് അങ്ങനെയല്ല, ഒരു ഫിക്സ്ഡ് ആണ് അവര്, അല്ലെ? ഹോസ്പിറ്റലിൽ നിൽക്കുന്നവരാണെങ്കിലും പെർമനന്റ് സ്റ്റാഫ് ആണ്, ഫിക്സ്ഡ് സാലറി ആണ്, അവർക്ക് ഇന്ന ദിവസം എന്താണ് ഒരു ലീവ് അനുവദിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ മാസത്തിൽ ഒരു ലീവൊക്കെ ആയിരിക്കും അനുവദിച്ചിരിക്കുന്നത്. കോൺട്രാക്ടർ ആകുമ്പോൾ ചിലപ്പോ ഒരു ദിവസം വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഡെയിലി വേജ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നതായിരിക്കാം. ഒരു ദിവസം വന്നില്ലെങ്കിൽ ഒരു ദിവസത്തെ പൈസ അവർക്ക് കിട്ടുന്നില്ല. ഓക്കെ, ടേംസ് ഓഫ് റെഫറൻസ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ടേംസും കണ്ടീഷൻസും അങ്ങനെ കാര്യമായിട്ട് അവിടെ പറയുന്നില്ല. നമ്മള് കരാർ കൊടുക്കുന്ന എത്ര ദിവസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കുന്നു, അപ്പൊ അതിനുള്ളിൽ അവിടുത്തെ ആരെങ്കിലും ലീവ് എടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നമൊന്നും വരുന്നില്ല. സിക്സ്ത് എലമെന്റ്സ് എന്ന് പറഞ്ഞാല് ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബിന്റെ വിവരണം എങ്ങനെയാണത് ജോലിയുടെ. ഇൻ ഹൗസിലാണെങ്കിൽ ലേഡ് ഡൗൺ ബൈ അതോറിറ്റീസ്, അല്ലെ? അധികാരികൾ നിശ്ചയിച്ചിട്ടുള്ള, മീൻസ് ഹോസ്പിറ്റലിന്റെ ഒരു ഡയറക്ടറും അതുപോലെ തന്നെ മാനേജറൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത് പോലെയാണ് ജോലികൾ അവര് പിന്തുടർന്ന് പോകുന്നത്. ഔട്ട്സോഴ്സിലാകുമ്പോൾ ആസ് ഫോർ ടേംസ് ഓഫ് റെഫറൻസ് ഓഫ് എ കോൺട്രാക്ടർ, അല്ലെ? കോൺട്രാക്ടർ പറയുന്നതിന്റെ കീഴിലാണ് അവിടുത്തെ സ്റ്റാഫുകൾ പെരുമാറുന്നത്. ലാസ്റ്റ് വൺ എൻഷുറിംഗ് ക്വാളിറ്റി, ഗുണനിലവാരം ഉറപ്പാക്കുന്നത് എങ്ങനെ? അറ്റ് ടൈംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ, അല്ലെ? ചിലപ്പോൾ ഗുണനിലവാരമൊന്നും നല്ല രീതിയിൽ പരിപാലിക്കാനൊക്കെ ചില ടൈമില് ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാവുന്നു ഇൻസോഴ്സിൽ. ഔട്ട്സോഴ്സിൽ നോക്കാം, ഡെലിവറബിൾ ഷുഡ് ബി clearly spelled out with inbuilt penalties for poor performance, അല്ലെ? ഹോസ്പിറ്റലിലാവുമ്പോ ചിലപ്പോൾ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ, അല്ലെ? ചിലപ്പോ ഏതെങ്കിലും ഏരിയയിലൊക്കെ വല്ല ഡിഫിക്കൽട്ട് ഒക്കെ വന്നേക്കാം. പക്ഷേ ഔട്ട്സോഴ്സിന് നമ്മൾ കൊടുക്കുമ്പോൾ ഡെലിവറബിൾ ഷുഡ് ബി ക്ലിയർലി സ്പ്ലെറ്റ് ഔട്ട്. സ്പ്ലെറ്റ് ഔട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് അവര് സ്പ്ലെറ്റ് ഔട്ട് മീൻസ് എഴുതിയിട്ടുണ്ടാവും. കരാർ കൊടുക്കുമ്പോൾ നമ്മൾ കരാറിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇത്ര ദിവസത്തിനുള്ളിൽ പണി നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒരു കറക്റ്റ് കണക്കും കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. സോ split out with the inbuilt penalties for poor performance. ഇനി അവർ ചെയ്യുന്ന വർക്കില് poor performance ആണെങ്കിൽ മീൻസ് അവർ നമ്മളെ എത്തിച്ചേക്കാണ്, അവർ ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ വർക്ക് ചെയ്ത് തരുന്ന കരാർ നമുക്ക് നൽകി. ദെൻ അവർ ചെയ്യുന്ന വർക്കില് പോറായിട്ട് ഭയങ്കര എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇൻബിൽട്ട് പെനാൽറ്റീസ് അവരിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? പെനാൽറ്റീസ് നമ്മൾ വാങ്ങിക്കാൻ ഹോസ്പിറ്റലുകാർ വാങ്ങിക്കുന്നു. കാരണം അവർ കരാർ എഴുതി കൊടുത്തേക്കാണ് ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ക്യാഷും അവർക്ക് നമ്മൾ കൈമാറും, ദെൻ ഇത്ര ദിവസത്തിനുള്ളിൽ പണി അവർ പൂർത്തീകരിക്കുന്നുണ്ട്. സോ ഇതിനിടയ്ക്ക് എന്തെങ്കിലും വർക്കില്ല എന്തെങ്കിലും പോറായിട്ടുള്ള പെർഫോമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ
നമുക്ക് അവരുടെ ഹോസ്പിറ്റലുകാർ പെനാൽറ്റീസ് വാങ്ങിക്കും. ഓക്കെ, കോൺട്രാക്ട് കൊടുക്കുമ്പോൾ അങ്ങനെയാണ്. പോരായ്മകളൊക്കെ വരികയാണെങ്കിൽ അവർ കരാർ നമ്മൾ നൽകിയാണ് അല്ലെ, ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റഡ് ആക്കാവുന്ന ഒരു കരാർ. അപ്പോ അങ്ങനെ ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർ ചെയ്തതിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അവരിൽ നിന്നും പെനാൽറ്റി നമ്മൾ വാങ്ങിക്കും. നമ്മൾ മീൻസ് ഹോസ്പിറ്റലുകാര്. ഓക്കെ, സിക്സ്ത് പറയുന്നത് വേറൊന്നുമല്ല, ഈ റിസോഴ്സ് ആണെങ്കിൽ അതോറിറ്റീസ് ആണ് ലീഡ് ചെയ്യുന്നത്. മീൻസ് ലീഡ് ചെയ്യുന്നതല്ല, അവര് എന്താ പറയാ, അവര് അധികാരികളാണ്, അവരുടെ പ്രകാരമാണ്. ഇപ്പൊ ഡയറക്ടർ ഉണ്ടാവും ഹോസ്പിറ്റലില്, ഓർഗാനോഗ്രാമിൽ പറഞ്ഞില്ലേ, എക്സിക്യൂട്ടീവ് മാനേജർ ഉണ്ടാവും, സൂപ്പർവൈസർമാർ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരെല്ലാമാണ് ഇവര് നിയന്ത്രിക്കുന്നത്, അധികാരികളാണ്. അവരുടെ നിശ്ചയിച്ചിട്ടുള്ള പ്രകാരമാണ് സേവനങ്ങൾ ഇവര് അവരുടെ ഡ്യൂട്ടീസ് ചെയ്യുന്നത്. ആരുടെ? ഇൻസോഴ്സില. ഓക്കെ, ദെൻ മറ്റേ ഔട്ട്സോഴ്സ് ആവുമ്പോ കോൺട്രാക്ടർ ആണ്, അയാളുടെ കീഴിലാണ്, അയാൾ പറയുന്നത് അനുസരിച്ചിട്ടാണ് അവിടുത്തെ സ്റ്റാഫുകൾ പ്രവർത്തിക്കുന്നത്. അതുപോലെ ക്ലിയർ ആയോ? ചോദിച്ചത് ഡൗട്ട്? ഓക്കെ, അതെ, സെന്റൻസ് കുറച്ച് ലേ ഡൗൺ ബൈ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്നൊരു എന്താ പറയാ, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് അല്ല അല്ലെ, കുറച്ച് വളച്ചൊടിച്ചിട്ടുള്ള സെന്റൻസ് ആണ്. സംഭവം അത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ചില കാര്യങ്ങള് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തരാറില്ല കേട്ടോ, കുറച്ച് വളച്ചൊടിച്ച രീതിയിലൊക്കെയല്ലേ നമുക്ക് കുറച്ച് മോഡിഫൈ ചെയ്തിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇൻ ഹൗസും ഔട്ട്സോഴ്സിങ് സർവീസസിൽ പറയുന്നത്. എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്പർ, കൺട്രോൾ. അപ്പൊ ഇത് വായിക്കുമ്പോൾ രണ്ടും താരതമ്യപ്പെടുത്തി ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വായിക്കാം. ഓക്കെ, ഒന്ന് വായിക്കാം കേട്ടോ, ഒരുമിച്ച് വായിക്കരുതും. നമ്പർ നോക്കാം, ഇൻ ഹൗസിൽ എങ്ങനെയാണ്, ഔട്ട്സോഴ്സിൽ എങ്ങനെയാണെന്ന് നോക്കാം. വായിച്ചോളൂ കേട്ടോ, ഡിഫറൻഷിയേറ്റ് ചെയ്ത് വായിക്കണം കേട്ടോ. ഫോർത്ത് വൺ എന്താ പറഞ്ഞത്? കണ്ടിന്യൂറ്റീവ് സ്റ്റാഫ് അല്ലെ, അതായത് അവിടുത്തെ നിലവാരമൊക്കെ സുസ്ഥിരമായിരിക്കും, അതുപോലെ തന്നെ സ്റ്റാഫുകളൊക്കെ പെർമനന്റും ആയിരിക്കും. പക്ഷെ കോൺട്രാക്റ്റിൽ വരുമ്പോൾ അവിടെ വെയിൽ വരാത്തത് അല്ലെ, അതായത് ജീവനക്കാരൊക്കെ പലരും മാറിക്കൊണ്ടിരിക്കാം, സെയിം സ്റ്റാഫുകൾ തന്നെ വേണമെന്നൊന്നുമില്ല. ടേബിൾ പഠിക്കുമ്പോൾ ഫീച്ചേഴ്സുകൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇൻ ഹൗസിൽ എന്തൊക്കെയാണ് പറയുന്നത്, ഔട്ട്സോഴ്സ് സർവീസസിൽ എന്തൊക്കെയാണ്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിക്കാം.
ഇതൊന്നും പോയി ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വായിച്ച് നമ്മളുടേതായ രീതിയിലോട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് പഠിക്കാം. കംപ്ലീറ്റ് ചെയ്തോ ടേബിള്? വായിക്കാട്ടോ, കണ്ടിന്യൂ ചെയ്യാം, വായിച്ചോളൂ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ല എല്ലാവരും? ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം ഔട്ട്കം ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്, അല്ലെ? അപ്പോ നല്ലൊരു ഹൗസ് കീപ്പിംഗ് സേവനം ഹോസ്പിറ്റലുകാർ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും ഔട്ട്കംസ്? നമ്മുടെ PDF-ലോട്ട് നോക്കണ്ട, നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻ ആണ് ഞാൻ ചോദിക്കുന്നത്. നല്ലൊരു ഹൗസ് കീപ്പിംഗ് ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്നുണ്ട്, അതിന്റെ ഔട്ട്കംസ് എന്തെങ്കിലും ഗുണമുണ്ടോ നമുക്കതുകൊണ്ട്? എന്തൊക്കെയാണ് അതിന്റെ ഫലങ്ങള്? പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യാട്ടോ. ഒന്നുമില്ല, ഒരു ഗുണവുമില്ല. ഹൈജീൻ ആയിരിക്കും. ഓക്കെ, വേറെ ഒന്നുമില്ല. ഹൈജീൻ മാത്രമുള്ളോ? നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസസ് കൊണ്ടുള്ള ഗുണങ്ങള് ഇൻഫെക്ഷൻസ് നമുക്ക് പരമാവധി കൺട്രോൾ ചെയ്യാം. ദെൻ ഹൈജീൻ, സേഫ്റ്റി, അല്ലെ? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ദെൻ ഉള്ളൂ, ആലോചിച്ച് നോക്ക്. നല്ലൊരു ഗുഡായിട്ടുള്ള ഒരു ഹൗസ് കീപ്പിംഗ് ആണ് നമ്മള് ഒരു ഹോസ്പിറ്റലിൽ ഫോളോ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ദെൻ വേറെ ഔട്ട്കംസ് നല്ലൊരു ഹൗസ് കീപ്പിംഗ് സർവീസസ് കൊണ്ട് വരുന്ന ഒരു ഔട്ട്കംസ്. ഓക്കെ, നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് വരാം. ഔട്ട്കംസ് ഓഫ് ഗുഡ് ഹൗസ് കീപ്പിംഗ്. ഫസ്റ്റ് വൺ, അവോയ്ഡ് ആൻഡ് കൺട്രോൾ ഇൻഫെക്ഷൻ, അല്ലെ? നമുക്ക് പരമാവധി ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യാനും സാധിക്കുന്നു. Then curtail average length of stay. Curtail എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്യൂസ് എന്നുള്ളൊരു രീതിക്ക് തന്നെയാണ് കേട്ടോ. കുറയ്ക്കുക, റെഡ്യൂസ് ആവറേജ് ലെങ്ത് ഓഫ് സ്റ്റേ. ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കാമെന്ന്. നല്ല ക്ലിനിക് ആയിട്ടുള്ള ഇതൊക്കെയാണെങ്കിൽ പകുതി രോഗങ്ങളൊക്കെ മാറും. അപ്പൊ അധികം നാളെ സ്റ്റേ ചെയ്യേണ്ട വരില്ല. Then reduction in cost of medical care. റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് എന്താ മെഡിക്കൽ കെയർ, മെഡിക്കൽ ചിലവുകളും കുറവ് വരുന്നു. അതുപോലെ അതായത് നമ്മൾ അധികം ദിവസം കിടക്കണില്ലെങ്കിൽ അത്രയും ദിവസം നമുക്ക് ചിലവ് കുറവില്ലേ മെഡിക്കൽ കെയർ. നീറ്റ്നെസ്സും ഇൻഫെക്ഷനും ഒന്നും ഇല്ല എങ്കിൽ അസുഖങ്ങളൊന്നും അധികം മീൻസ് പെട്ടെന്ന് തന്നെ മാറുന്നു. നല്ലൊരു അന്തരീക്ഷമാണെങ്കിൽ നമ്മള് സ്റ്റേ ചെയ്യുന്ന അത് പരമാവധി കുറയ്ക്കാമെന്ന്. ഇപ്പൊ നമ്മൾ പറയും, ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു ചെറിയ അസുഖമായിട്ട് പോയ ഒരാളായിരിക്കാം, പക്ഷെ അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് വല്ല ഇൻഫെക്ഷൻസ് മൂലം മറ്റു അസുഖങ്ങൾ പിടിപെടാറുണ്ട് ഇല്ലേ? നമ്മളുടെ അറിവിലൊക്കെ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ലേ? ചെറിയൊരു അസുഖമായിട്ട് പോയതായിരിക്കാം ഹോസ്പിറ്റലില്, പക്ഷെ അവിടെ നിന്ന് മറ്റേതെങ്കിലും ചിലപ്പോ പകർച്ചവ്യാധികളുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാകും, അവരുടെ ഇൻഫെക്ഷൻ ഒക്കെ പകർന്നിട്ട് മറ്റു വേറെ അസുഖങ്ങളൊക്കെ വരാം, അല്ലെ? അപ്പോ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ നമുക്ക് പരമാവധി കുറയ്ക്കാം എന്നാണ് പറയുന്നത്. കർട്ടൈൽ പേഷ്യന്റ് സഫറിങ്, മീൻസ് പേഷ്യന്റുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറയ്ക്കാവുന്ന, സഫർ ചെയ്യുന്ന, അതായത് ഇതുപോലെ തന്നെ ഒരു വൃത്തിയില്ലായ്മ, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? നമ്മൾ തന്നെ ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ടോയ്ലറ്റിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര വൃത്തിയില്ലാത്ത ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെ?
നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരാം. സോ അതിനൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം. Then intensity പബ്ലിക് റിലേഷൻസിന്റെ ഒരു തീവ്രമാക്കാവുന്നത് കുറച്ചും കൂടി നല്ലൊരു ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ നല്ലൊരു ഇമേജ് ഒക്കെ ഹോസ്പിറ്റലിന് കിട്ടും. എൻഹാൻസസ് പോപ്പുലാരിറ്റി എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ജനപ്രീതി വർദ്ധിപ്പിക്കാവുന്നത് അല്ലെ. ഇപ്പൊ നല്ലൊരു ക്ലിനിക് ആയിട്ടുള്ള നല്ലൊരു ഹോസ്പിറ്റലൊക്കെയാണ്, നല്ലൊരു അന്തരീക്ഷമൊക്കെ ആണെങ്കിൽ അതിനൊരു എന്താ പറയാ ഒരു പോപ്പുലാരിറ്റി കിട്ടും. മറ്റുള്ളവർ പറഞ്ഞറിയും നമ്മൾ അല്ലെ. ഇന്ന ഹോസ്പിറ്റല് നല്ല ഫെസിലിറ്റീസുകളുണ്ട്, ഡോക്ടേഴ്സിന്റെ സേവനങ്ങളുണ്ട്, അതുപോലെ തന്നെ നല്ല എൻവയോൺമെന്റ് ആണ്, ക്ലീൻ ആണ്, ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് അല്ലെ. അപ്പൊ അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിന് ഒരു ജനപ്രീതി ലഭിക്കുന്നു. Then more visit patients, ഒത്തിരി പേഷ്യൻസുകൾ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്നു. ഗ്രേറ്റ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഗ്രാറ്റിസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, സാറ്റിസ്ഫാക്ഷൻ നോക്കാം. സാറ്റിസ്ഫാക്ഷൻ നോക്കാം. ഓക്കെ, രോഗികൾക്ക് മികച്ച സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു, സംതൃപ്തി ലഭിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് ഒരു ഗുഡ് ഹൗസ് കീപ്പിംഗ് കൊണ്ടുള്ള ഔട്ട്കംസ് എന്ന് പറയുന്നത്. പോയിന്റ് വായിച്ചു നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ പോയിന്റുകളാണല്ലോ, അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, വായിച്ചു നോക്കുക പോയിന്റ്. പേഷ്യൻസിന്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റുന്നത്, അതായത് നമ്മള് ഒരു വൃത്തിഹീനമായിട്ടുള്ള ഒരു ഏരിയയിൽ ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, നല്ല ബുദ്ധിമുട്ടുണ്ടാവില്ലേ, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കുറയ്ക്കാം നല്ല ഹൈജീനൊക്കെ ആണെങ്കിൽ. രോഗിയുടെ കിടക്കുന്ന ദിവസം കുറയ്ക്കാം, ലെങ്ത് ഓഫ് സ്റ്റേ കുറയ്ക്കാം. നല്ല ഹൈജീൻ ആണെങ്കിൽ പകുതി അസുഖം അവിടെ വെച്ച് തന്നെ മാറും അല്ലെ. അല്ല മോശപ്പെട്ട ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ വീണ്ടും അസുഖം വന്ന് കൂടുതൽ ദിവസം കിടക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നല്ല ഹൈജീനിക് ആയിട്ടുള്ളൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ആണെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യുന്നത് മീൻസ് ആളാക്കി ചെയ്യുന്നത് സ്റ്റേ ചെയ്യുന്നത് കുറയ്ക്കാവുന്നത്, പെട്ടെന്ന് തന്നെ ആള് ഭേദപ്പെടുന്നു പേഷ്യന്റ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തില്ലേ പോയിന്റ്സ്? Then what is a hospital housekeeping checklist? എന്താണ് ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് എന്ന് ജസ്റ്റ് ഒരു പാരഗ്രാഫ് ആണ്, അത് കൂടി ഒന്ന് എടുക്കാം കേട്ടോ. A hospital housekeeping checklist is used by hospital housekeepers. അപ്പൊ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗിന്റെ ചെക്ക് ലിസ്റ്റ് ഉപയോഗിക്കുന്നത് ഹൗസ് കീപ്പേഴ്സ് ആണ്. To encourage a sterile environment. Sterile means ഒരു എൻകറേജ് ഒരു എന്താ പറയാ, നമ്മളൊരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു എൻകറേജ് സ്റ്റെറൈൽ എൻവയോൺമെന്റ്, നല്ലൊരു എൻവയോൺമെന്റിനെ പ്രോത്സാഹിപ്പിക്കുക, ഒരു അണുമുക്തമായിട്ടുള്ള സ്റ്റെറൈൽ ചെയ്തിട്ടുള്ള ഒരു എൻവയോൺമെന്റിനെ പ്രോത്സാഹിപ്പിക്കാനും. In patient rooms avoid the spread of hospital acquired infections അല്ലെ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസിനെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനും നല്ലൊരു അണുമുക്തമായിട്ടുള്ള ഒരു എൻവയോൺമെന്റിനെ എൻകറേജ് ചെയ്യാനും നമ്മൾ ഹോസ്പിറ്റൽ ചെക്ക് ലിസ്റ്റ് ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൗസ് കീപ്പേഴ്സ് ക്ലീൻ ചെയ്യുന്നു. ഈ ചെക്ക് ലിസ്റ്റ് ഉദ്ദേശിക്കുന്നത്
അതായത് നമ്മളിപ്പോ ഒരു പേപ്പറായിട്ട് ഓരോ ഏരിയയിലും ഇപ്പൊ എന്താണ് കോട്ടിയില് അല്ലെങ്കിൽ വാർഡ് അങ്ങനെ കൃത്യമായിട്ടും ഡെസ്റ്റിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ ഇന്ന ഡേറ്റ് ഇട്ടിട്ട് അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കും ഓരോ ഡിപ്പാർട്ട്മെന്റ് ക്ലെയിം ചെയ്തിട്ടുള്ള ഏരിയകൾ അല്ലെ. അപ്പൊ അത് കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി അതനുസരിച്ചിട്ടാണ് അവർ കൃത്യമായിട്ടും ക്ലീനിങ് പ്രോസസ്സ് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ തോന്നിയ പോലെ ഓരോരുത്തർ അവിടെ പോയി ക്ലീൻ ചെയ്യുക അങ്ങനെയല്ല. അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചറും ഓരോ ഡിപ്പാർട്ട്മെന്റിലും ചെയ്യേണ്ടതായിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഒരു ഇതാണ് ചെക്ക് ലിസ്റ്റ് എന്നത് ഉദ്ദേശിക്കുന്നത്. Then the checklist has been formed to make it easier for ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് ഫോം ചെയ്യുന്നത് കുറച്ചുകൂടി നമുക്ക് ഈസിയർ ആക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾക്ക് ഹോസ്പിറ്റൽ ടു ഫോളോ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP അല്ലെ. അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ ഈസി ആക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ സജാസ് ഹൈ ടച്ച് സർഫേസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഹൈ ടച്ച് സർഫേസ് ക്ലീൻ ചെയ്യാനും പറ്റും. അങ്ങനെയുള്ളതൊക്കെ കറക്റ്റ് ടൈമും കാര്യങ്ങളും റൂം സോഡിങ് അതായത് റൂമും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ ക്ലീനിങ് പാത്ത് മീൻസ് ഓരോ ഇടനാളുകളും മറ്റൊക്കെ ഉണ്ടാവില്ലേ ക്ലീനിങ് പാത്തുകൾ വഴികൾ അതെല്ലാം കൃത്യമായിട്ടും ക്ലീൻ ചെയ്യാനും മറ്റും നമുക്ക് ഈ ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. വിത്ത് സേഫ്റ്റി കൾച്ചർ ഒരു സേഫ് ആയിട്ടുള്ള നല്ലൊരു കൾച്ചർ രൂപപ്പെടുത്താനും അതുപോലെ ഹോസ്പിറ്റൽ ഹൗസ് കീപ്പേഴ്സ് ക്യാൻ ഈസിലി അപ്പോ ഈ ഒരു ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് അവർ ക്ലീൻ ചെയ്തത് അപ്പൊ ഓരോരുത്തരുടെയും സെക്ഷനുകൾ ഏതൊക്കെയാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ സെക്ഷനിൽ ഓരോരുത്തർ ക്ലീൻ ചെയ്യുമ്പോൾ അതൊന്ന് ടിക്ക് മാർക്ക് ഒക്കെ ചെയ്തിട്ട് പോകാം. അല്ലാതെ ഒരു സ്ട്രക്ചർ ഇല്ലാതെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും തോന്നിയ പോലെ ഓരോരുത്തർ പോയിട്ട് ക്ലീൻ ചെയ്യുന്നു എന്നാണ് ക്ലീൻ ചെയ്തത് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഇതെല്ലാം ഈസി ആയിട്ട് കറക്റ്റ് ഒരു സ്ട്രക്ചേർഡ് ഒരു ഓർഡർലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ രൂപപ്പെടുത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ചെക്ക് ലിസ്റ്റ് എന്താണെന്ന്? നെക്സ്റ്റ് ക്ലാസ്സിൽ ചെക്ക് ലിസ്റ്റിന്റെ വേണമെങ്കിൽ ഒരു മോഡൽ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടാം. Then അപ്പോ ഹോസ്പിറ്റൽ ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ക്ലീനിങ് ഡ്യൂട്ടീസ് ഓഫ് പേഷ്യന്റ് റൂംസ് ഓരോ റൂംസിലെ ക്ലീനിങ്ങിന്റെ കാര്യങ്ങളാണ് വരുന്നത്. അത് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം കാരണം അത് പോയിന്റ്സ് അധികം ഉണ്ട്. ഇത്രയും മതിയോ? ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് വരെയാണ് നമ്മൾ എടുത്ത് നിർത്തിയിരിക്കുന്നത് കേട്ടോ. ബാക്കി ഇനി പുതിയൊരു ഇതാണ് ക്ലീനിങ് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ക്ലീനിങ് ചെയ്യുന്നതാണ് അടുത്തത് പറയുന്നത്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്താൽ അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ടൈം ഇല്ലല്ലോ. എടുത്ത് അത്രയും ക്ലിയർ ആണോ? ടേബിൾ പഠിക്കാൻ വേണ്ടി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഫങ്ഷൻസ് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു അത് പഠിക്കാൻ കൃത്യമായിട്ട് ടേബിൾ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ദെൻ നമ്മൾ ചെക്ക് ലിസ്റ്റ് എന്താണെന്നുള്ളത് ഇത് പറഞ്ഞു. ഇമ്പോർട്ടന്റ് ആയിട്ട് ടേബിള് ഫീച്ചേഴ്സ് നോക്കാം. ഇൻ ഹൗസിൽ എങ്ങനെയൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്, ഔട്ട്സോഴ്സ് സർവീസസിൽ വരുന്ന ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക വായിക്കുക. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു ഓൾ.